കോഴിക്കോട് കൊയിലാണ്ടി SNDP കോളേജിൽ വിദ്യാർത്ഥിയെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി KSU ഓഫീസിലേക്ക് തള്ളിക്കയറിയ KSU പ്രവർത്തകർ പ്രിൻസിപ്പലിനെ ഉപരോധിക്കുകയാണ്. അതേസമയം പരാതിക്കാരനായ വിദ്യാർത്ഥി റാഗിങ്ങിന് നേതൃത്വം നൽകിയത് ചോദ്യം ചെയ്യുകയാണുണ്ടായെന്ന് SFI പ്രതികരിച്ചു. ഇപ്പോൾ KSUവിന്റെ സമരം അവിടെ പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഞങ്ങൾക്കറിയാം അടിയന്തരമായിട്ട് ഈ മീറ്റിംഗ് നിർത്തിയേക്കും. നമ്മൾ സംസാരിച്ച അന്വേഷണങ്ങൾ മീറ്റിംഗ് തുടങ്ങും. നമ്മളെ ഡിമാൻഡ്സ് ഉണ്ട് നമുക്ക്. നിങ്ങൾ എന്തായാലും ഈ മീറ്റിംഗ് വെച്ചിരിക്കുന്നത് കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണല്ലോ. ഈ ക്യാമ്പസുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കംപ്ലയിൻസ് ഉണ്ട്, അത് റൈസ് ചെയ്യാനുണ്ട്. ആ റൈസ് ചെയ്ത കംപ്ലയിൻസ് കൂടെ ഈ കമ്മിറ്റിക്ക് മുമ്പാകെ പരിശോധിച്ചിട്ട് നിങ്ങൾ നടപടി രീതിയിൽ നമുക്ക് സംസാരിക്കാനുണ്ട്. ഒന്ന് കുറച്ച് നേരത്തേക്ക് മീറ്റിംഗ് വെച്ചേക്കാം. ഒരു മുദ്രാവാക്യം വിളിക്കാതെ പോലും വിളിക്കാതെ നിങ്ങൾ സംസാരിക്കാമെന്ന നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യേണ്ടി വരും. എന്താണ് വിഷയം? 26-ാം തീയതി 4 മണിക്ക് ഇതിന് മുമ്പ് ഇവിടെ സംഘർഷം നടന്നിട്ടുണ്ടോ? ഈ ക്യാമ്പസിൽ കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ എന്തെങ്കിലും സംഘർഷം? അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, ഏത് തരത്തിലാണ് KSU ഈ വിഷയത്തെ സമീപിക്കുന്നത്? വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. പ്രിൻസിപ്പൽ ഓഫീസിലെത്തി പ്രിൻസിപ്പലിനോട് കാര്യങ്ങൾ ചോദിക്കുകയായിരുന്നു ചെയ്തത്. പക്ഷേ പ്രിൻസിപ്പലിന്റെ ഭാഗത്തുനിന്നും നിരുത്തരവാദമായ നിലപാട് ഇക്കാര്യത്തിൽ ഉണ്ടായി എന്നാരോപിച്ച് KSU പ്രവർത്തകർ പ്രിൻസിപ്പലിനെ ഉപരോധിക്കുകയും ചെയ്തിരുന്നു. ഏതാണ്ട് 1 മണിക്കൂറോളം ഈ SFI പ്രവർത്തകരും പ്രിൻസിപ്പലുമായുള്ള വാക്കുതർക്കം തുടരുകയും ചെയ്തു. പിന്നീട് പ്രിൻസിപ്പൽ പോലീസിനെ വിളിച്ചു. പോലീസ് സ്ഥലത്തെത്തി ഉത്തരവാദിത്തപ്പെട്ടവർ മാത്രം പ്രിൻസിപ്പലോട് സംസാരിക്കണമെന്ന് അറിയിക്കുകയും ചെയ്തു. പിന്നീട് കോളേജ് കൗൺസിൽ ഈ വിഷയത്തിൽ അടിയന്തരമായി യോഗം ചേർന്ന് ഉചിതമായ തീരുമാനം കൈക്കൊള്ളുമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. ഒരു പ്രത്യേക അന്വേഷണ കമ്മീഷനെ ഈ വിഷയം അന്വേഷിക്കുന്നതിനായി നിയോഗിക്കുമെന്നും പ്രിൻസിപ്പൽ അറിയിച്ചു. ഇതേ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ച് KSU പ്രവർത്തകർ പുറത്തേക്ക് പോയിരിക്കുന്നു. ഇപ്പോൾ കോളേജ് കൗൺസിൽ യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് തരത്തിലുള്ള അന്വേഷണമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വേണ്ടത് എന്നതിനെ കുറിച്ച് അന്വേഷിക്കുമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചിരിക്കുന്നു. എന്തായാലും 3 പരാതികൾ തന്റെ പക്കൽ എത്തിയിട്ടുണ്ട് എന്ന് പ്രിൻസിപ്പൽ പറയുന്നു. ആദ്യം ഈ സംഭവത്തിന് മുമ്പ് 21-ാം തീയതി കോളേജിൽ ഒരു സംഘർഷം നടന്നിരുന്നു. ഒരു റാഗിംഗ് ആണ് എന്നൊരു പരാതി ഇതേക്കുറിച്ച് ലഭിച്ചിരുന്നു. ഈ റാഗിങ്ങിൽ അമൽ ഉൾപ്പെട്ട്, അതായത് പരാതിക്കാരനായ അമലും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് SFI ആരോപിക്കുന്നത്. എന്തായാലും ആ പരാതിയും പിന്നീട് അമലിന്റെ ഭാഗത്തുനിന്നും തന്നെ SFI പ്രവർത്തകർ മർദ്ദിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയുള്ള പരാതിയും മറ്റൊരു വിദ്യാർത്ഥി നൽകിയ പരാതിയുമുണ്ട്. ഈ 3 പരാതികളും കൗൺസിൽ പരിശോധിക്കും. എന്നിട്ട് ഇതേക്കുറിച്ചൊരു വളരെ വിശദമായ അന്വേഷണം നടത്തും. ഒപ്പം ഈ സംഭവങ്ങളെല്ലാം പോലീസിൽ പരാതിയായി പോയിട്ടുള്ള സാഹചര്യത്തിൽ പോലീസിന്റെ കൂടി നിർദ്ദേശം സ്വീകരിച്ച നടപടികൾ സ്വീകരിക്കുക. കോളേജ് തലത്തിൽ ഒതുങ്ങുന്ന നടപടികളാണെങ്കിൽ ആ തരത്തിലും യൂണിവേഴ്സിറ്റി ബന്ധപ്പെട്ട് നടത്തുന്നതാണെങ്കിൽ ആ തരത്തിലേക്കും നീക്കുമെന്നും പ്രിൻസിപ്പൽ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ കോളേജ് കൗൺസിൽ യോഗം പുരോഗമിക്കുകയാണ്. ഈ റാഗിങ് എന്ന നിലയിലേക്ക് SFI ഇതിനെ പരാതിയുമായി രംഗത്ത് വരുന്ന പശ്ചാത്തലം എന്താണ്? ഈ റാഗിങ്ങിന് നേതൃത്വം നൽകിയത് അമലാണ് എന്ന തരത്തിൽ ഇതിനെ മറ്റു തരത്തിൽ ചിത്രീകരിക്കുന്നുണ്ടല്ലോ, അതിന്റെ ഒരു പശ്ചാത്തലം എന്താണ്? നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ അമലും ഈ അനുരാജൻ ഈ കോളേജ് യൂണിറ്റ് സെക്രട്ടറിയും തമ്മിൽ ചില വ്യക്തിപരമായ പ്രശ്നങ്ങൾ പുറത്ത് നിലനിന്നിരുന്നു. ഇതിനുശേഷമാണ് കോളേജിന് ഉള്ളിൽ വെച്ച് ഈ 1-ാം വർഷ വിദ്യാർത്ഥി കൂടിയായ യൂണിറ്റ് സെക്രട്ടറിയെ ചിരിച്ചു എന്ന പേരിൽ ആക്രമിക്കാൻ, അല്ലെങ്കിൽ ഈ കോളേജിന്റെ ക്യാമ്പസിൽ വെച്ച് തന്നെയാണ് അയാൾക്ക് മർദ്ദനമേറ്റത്. ഇതിനെ തുടർന്ന് പിന്നീട് കോളേജിൽ പ്രിൻസിപ്പലിന് ഈ SFI യൂണിറ്റ് സെക്രട്ടറി അടക്കമുള്ളവർ പരാതി നൽകിയിരുന്നു. തന്നെ റാഗ് ചെയ്തു എന്ന് ചൂണ്ടിക്കാട്ടി പരാതി നൽകിയിരുന്നു. എന്നാൽ പിന്നീട് ഈ ആക്രമിച്ചവരുമായി നടത്തിയ ഒത്തുതീർപ്പ് ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ അന്ന് വൈകുന്നേരം തന്നെ പരാതി പിൻവലിക്കുകയായിരുന്നു. ആ സംഘം, ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയ ആ സംഘം SFI പ്രവർത്തകരെ അറിയിക്കുകയായിരുന്നു. അമൽ നിർദ്ദേശപ്രകാരമാണ് മർദ്ദിച്ചതെന്ന്. ഇതേ തുടർന്നാണ് അമലിനെ ഈ SFI പുറത്തുനിന്നുള്ള ആളുകളടക്കം എത്തി ആക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. ഇതിനുശേഷം 2 പക്ഷവും പരസ്പരം ആക്രമിക്കപ്പെട്ട അല്ലെങ്കിൽ സംഘർഷമുണ്ടായ സാഹചര്യത്തിൽ ഇനി പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന ധാരണയിൽ ഒത്തുതീർപ്പുണ്ടാക്കുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ പിന്നീടാണ് അമൽ പരാതിയുമായി മുന്നോട്ട് വരുന്നതും മാധ്യമങ്ങളിലൂടെ ഇക്കാര്യം വെളിപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ 2 കൂട്ടരുടെയും പരാതി ഇപ്പോൾ പ്രിൻസിപ്പലിന്റെ പക്കലുണ്ട്. ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. 2 സംഘർഷങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കോളേജിൽ ഉണ്ടായിട്ടുമുണ്ട്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും
പ്രതികളെ CPM ജില്ലാ സെക്രട്ടറി അടക്കം പ്രതികരണം വന്നിട്ടുണ്ട്. പ്രതികളെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഒളിപ്പിച്ചു എന്ന ചെന്നിത്തല പറഞ്ഞത് തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നു എന്നാണ് പറയുന്നത്. കുറ്റവാളികളായ ആളുകളുണ്ടെങ്കിൽ പിടികൂടണം, ശിക്ഷിക്കണം, ക്യാമ്പസിനെ മൊത്തമായി ചിത്രീകരിക്കരുത് എന്നാണ് CPM ജില്ലാ സെക്രട്ടറി ഈ വിഷയത്തിൽ പറയുന്നത്. അടുത്ത കാലത്തൊന്നും CPM പാർട്ടി ഒരാളെയും കൊന്നിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടും പാർട്ടി എടുത്ത തീരുമാനം തിരിച്ചു കൊല്ലരുത് എന്നായിരുന്നു. അഭിമന്യുവിനെയും നീരജിനെയും കൊന്നവരെ ഞങ്ങൾ തിരിച്ചു കൊന്നോ എന്ന ചോദ്യം കൂടി CPM ജില്ലാ സെക്രട്ടറി ചോദിക്കുന്നുണ്ട്.